എല്ലാവർക്കും സുബർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് വേണ്ടിയുള്ള കറക്റ്റായിട്ട് മീൻസ് നല്ല എൻട്രൻസ് ക്വസ്റ്റ്യനുകൾ തരുന്നുണ്ട്. ഇന്നത്തേതും 2 എണ്ണം ഉണ്ട്. രണ്ടും നമ്മുടെ ട്രിഗണോമെട്രിയിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൽ ഒരെണ്ണമാണ് ട്രിഗണോമെട്രി. നിങ്ങൾക്കറിയാം ഇത്തിരി ടഫാണെന്നറിയാം. ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. പക്ഷേ എൻട്രൻസിന് കൂടുതൽ ചോദിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതെല്ലാ എൻട്രൻസിനും അല്ലാതെ ഇന്നതിനെന്നുള്ളതില്ല. മാത്സ് ഉൾപ്പെടുന്ന ഏത് എൻട്രൻസിനും ട്രിഗണോമെട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചെയ്തത് കൊണ്ട് മറ്റൊരെണ്ണം ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുകയും വേണ്ട. എല്ലാം ഡിഫറെൻറ്റ് മെത്തേഡ്സുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്തായാലും ഒരു എൻട്രൻസിന് പ്രിപ്പയർഡ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ നല്ല രീതിയിൽ കൂടെ മീൻസ് നല്ല വർക്ക് ചെയ്ത് വേണം പോകാൻ. ഇപ്പോൾ നമ്മൾ +2 ഒക്കെ പഠിക്കുമ്പോൾ മിക്ക കുട്ടികളും ലാസ്റ്റിലൊരു പഠിത്തമാണ്, ലാസ്റ്റിലൊരു 1-2 ആഴ്ച നല്ലൊരു പഠിക്കുക, പരീക്ഷ എഴുതുക, ഒരുവിധം കുഴപ്പമില്ലാതെ മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് അതൊന്നും എൻ്റെ എൻട്രൻസിൽ റിസൾട്ട് ഉണ്ടാക്കി എടുക്കില്ല. നല്ലൊരു റിസൾട്ട് വന്നെങ്കിലേ, നല്ല റാങ്ക് വന്നെങ്കിലേ നല്ല കോളേജ് നല്ല കോഴ്സും കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് മീൻസ് ക്ലാസ്സുകളും മെറ്റീരിയലും തന്ന് നിങ്ങൾക്ക് എക്സാമിന് പറ്റുന്ന രീതിയിൽ കൂടെ എത്തിക്കേണ്ട രീതിയിൽ കൂടെയുള്ള ക്ലാസ് കിട്ടും. അതിന് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം. sin x + cos x ഹോൾ ഡിവൈഡ് ബൈ sin cos ക്യൂബ് x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. sin x + cos x ഹോൾ ഡിവൈഡ് ബൈ cos ക്യൂബ് x ഈക്വൽ ടു a tan ക്യൂബ് x + b tan സ്ക്വയർ x + c tan x + d. ദെൻ വാട്ട് ഈസ് a + b + c + d. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫോർമാറ്റിലാക്കിയ ശേഷം കിട്ടുന്ന ഈ കോയിഫിഷ്യൻസുകളെല്ലാം കൂടെ സം ചെയ്താൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു വഴിയാണ് പറയാൻ പോകുന്നത്. ഇതിനൊക്കെ എപ്പോഴും ട്രിഗണോമെട്രിയാണ്, 1ഉം 2ഉം വഴികളുണ്ട്. അപ്പോൾ ഈ വഴി നമുക്ക് നോക്കാം. ഇതൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സിംപ്ലിഫിക്കേഷൻ പഠിക്കാം, ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. ദാറ്റ് ഈസ് sin x + cos x ഹോൾ ഡിവൈഡ് ബൈ cos ക്യൂബ് x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഇതിന് നമുക്ക് എന്താണ് സിംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടത്? ടാനിലോട്ട് വരുത്താൻ വേണ്ടി ആദ്യം ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. a + b/c a/c + b/c രണ്ടാക്കി മാറ്റുമ്പോൾ sin x ഡിവൈഡഡ് ബൈ cos ക്യൂബ് x cos x ഡിവൈഡഡ് ബൈ cos ക്യൂബ് x. ഓക്കെ, അതൊക്കെ ആയി. sin x ബൈ cos ക്യൂബ് അല്ലേ, കോസിനെ എടുക്കാം, 2 കോസിനെ മാറ്റാം. cos ക്യൂബ് ഉണ്ടല്ലോ, 3 എണ്ണം ഉണ്ട് താഴെ അല്ലേ. ഈ 3 cos ക്യൂബിൽ നിന്ന് ഒരു കോസിനെ താഴെ സൈൻ്റെ താഴെ വായിച്ചാൽ sin ബൈ cos ആരായി? tan x ആയി. ഓക്കെ, പിന്നുള്ളത് താഴെ ഒരു cos സ്ക്വയർ ഉണ്ട്, അത് മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ sec സ്ക്വയർഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും പരിപാടിയായി. ഇതിനെയും ഒരു കോസ് വെട്ടിപ്പോയി അല്ലേ, ഇവനെ ഒരു കോസ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലേ, cos സ്ക്വയർ x. താഴെ cos സ്ക്വയർ x കണ്ടാൽ അതാരായിട്ട് മാറും? sec സ്ക്വയർഡ് x. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഇത്തിരി നമ്മുടെ ആൻസറിലോട്ടൊക്കെ ഇങ്ങനെ പതുക്കെ വെളിച്ചം വന്ന് തുടങ്ങുന്നുണ്ട് ടാൻ. ഇനി സി സ്ക്വയർഡ് ആകുമ്പോൾ sec സ്ക്വയർഡ് x എന്ന് പറഞ്ഞാൽ അറിയാം 1 + tan സ്ക്വയർഡ് x ആണ്. ദാറ്റ് ഈസ് tan x ഇൻറ്റു 1 + tan സ്ക്വയർഡ് x പ്ലസ് ഈ സി സ്ക്വയർഡ് എക്സിനെയും 1 + tan സ്ക്വയർഡ് x എന്ന് മാറ്റണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ tan x × 1 ആരായിട്ട് മാറി? tan x ആയി. tan x × tan സ്ക്വയർ x ആരായിട്ട് മാറി? tan ക്യൂബ് x. പിന്നെ ഒരു 1 ഉണ്ട്, പിന്നെ tan സ്ക്വയർഡ് x ഉണ്ട് അല്ലേ. ഓക്കെ, ഇതിനൊന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ tan ക്യൂബ് x, പിന്നെ ആരുണ്ട്? ഒരു tan സ്ക്വയർഡ് x ഉണ്ട്, പിന്നെ ഒരു tan x ഉണ്ട്, പിന്നെ ആരുണ്ട്? ഒരു 1 ഉണ്ട്. ഉണ്ടോ? ഇപ്പോൾ നോക്കിക്കേ, കറക്റ്റ് ഇതേപോലെ എത്തി. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ ഓൾറെഡി 1 ഉണ്ട് അല്ലേ. കോയിഫിഷ്യൻസുകളെല്ലാം 1കളാണ്. അപ്പോൾ ഇത് a, ഇത് b, ഇത് c, ഇത് d. a + b + c + d 1 + 1 + 1 + 1 ആൻസർ ഈസ് ആരാണ്? 4. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, നല്ല സിംപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യവും വളരെ ഒരു എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ക്വസ്റ്റനൊക്കെ ഒന്ന് വായിക്കാം. ക്വസ്റ്റൻ വായിക്കുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും +2-ൽ ഈ ടൈപ്പ് പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളതുകൂടെ ഓർമ്മിച്ചോണം, ശ്രദ്ധിച്ചോ. fn(x) is equal to 1/n into sin raised to nx plus cos raised to nx, then f4x minus f6x. അപ്പോൾ ഇവിടെ fnx എന്ന് തന്നിട്ടുണ്ട് അല്ലേ. n വെച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ 4 കൊടുത്തും 6 കൊടുത്തുമുള്ള എക്സ്പ്രഷൻസ് തമ്മിൽ കുറച്ചാൽ ഈ ആൻസറിൽ ആരാണ്? അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അത്ര ഈസി അല്ല. എന്തായാലും നമുക്കൊന്ന് തുടങ്ങി വെക്കണം. നമുക്ക് എന്തായാലും ഓർത്തോണ്ട് മാത്സിൻ്റെ പ്രോബ്ലംസ് അറിയാൻ വയ്യെങ്കിലും
അറിയാവുന്നതുപോലെ ഒന്ന് തുടങ്ങി വെക്കണം. അപ്പോൾ നിങ്ങളായിരിക്കും ഒന്നുമേ അറിയത്തില്ലെങ്കിൽ, ഇവിടെ ഒന്നുമേ അറിയത്തില്ല എന്ന് പറയാൻ പറ്റേണ്ട ആവശ്യമില്ല. എഫ് എൻ എക്സ് തന്നിട്ടുള്ളതുകൊണ്ട് F4x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ N4 ആയി. അപ്പോൾ ഈ ഇവിടുത്തെ എല്ലാ എണ്ണുകളും 4 ആവണം. F6 ആണെങ്കിൽ ഈ എണ്ണുകളെല്ലാം 6കളാണ്, എന്നിട്ട് കുറയ്ക്കണം. അത്രയും പറ്റുമല്ലോ, പിന്നെ വഴിയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. F4x മൈനസ് F6x ഓക്കെ ഈസ് ഈക്വൽ ടു, അപ്പോൾ എഫ് എൻ എക്സിൻ്റെ ഫോർമുല 1/n എന്നാണെങ്കിൽ F4xൻ്റെ ഫോർമുല 1/4 ഇൻറ്റു സൈൻ റേസ് ടു, ശ്രദ്ധിക്കണം, സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. അപ്പോൾ ആദ്യത്തെ ടൈം ആയി മോനെ ശ്രദ്ധിച്ചേ, ഇയാളുടെ വാല്യൂ ആയി, ശരിയല്ലേ, F4xൻ്റെ മൈനസ് F6ൻ്റെ വാല്യൂ Fnx 1/n, അപ്പോൾ F6x എത്ര, 1/6 ഇൻറ്റു സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x. ഇതാണ്. അപ്പോൾ നമ്മൾ ഇയാളുടെ വാല്യൂ കൊടുത്തു, ഇയാളുടെ വാല്യൂ കൊടുത്തു. ഇനിയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് എൻട്രൻസുകാരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇതാണ്ട് ഇയാൾ. ഓക്കെ, ഇയാൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് സൈൻ റേസ് 4x പ്ലസ് കോസ് റേസ് 4x എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് എന്നാണ്. ഓക്കെ ആണല്ലോ, മറന്നു പോകരുത്. അതുപോലെ 1/6 ഇൻറ്റു സൈൻ റേസ് 6x പ്ലസ് കോസ് റേസ് 6x എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3 സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സിന് ഈക്വലാണ്. ഇതൊക്കെ ചെയ്യുന്നത് സൈൻ റേസ് 4x പ്ലസ് കോസ് റേസ് 4xനെ ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനെ സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ, ഇത് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ, എന്നിട്ട് നമുക്ക് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെയും ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ ക്യൂബ് എന്നാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല, നമുക്ക് വേണ്ടത് കറക്റ്റ് അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് വരെ ഇതെഴുതി, ഇയാൾക്ക് വരും ഇതെഴുതി, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു 1 1/4 1/4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2/4 1/2 ഇൻറ്റു സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ്. ഫസ്റ്റ് ടൈം ആയല്ലോ. ഓക്കെ, ഇതാകുമ്പോൾ 1/6 ഇൻറ്റു 1 1/6 മൈനസ് 1/6 ഇൻറ്റു മൈനസ് പ്ലസ് 1/6 ഇൻറ്റു 3 3/6 3/6 ബിക്കംസ് 1/2 സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ്. ഓക്കെ, ഇത് രണ്ടും സെയിം ടൈം ആ ഡിഫറൻസ് സൈൻ ക്യാൻസൽ ആയി, മൈനസ് പ്ലസ്. ദെൻ 1/4 മൈനസ് 1/6 1/4 മൈനസ് 1/6 എന്ന് പറയുമ്പോൾ 6 മൈനസ് 4/24 ആൻസർ 2/24 ക്യാൻസൽ ആയാൽ 1/12 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിനെ ചെയ്യാൻ നമുക്ക് വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ അത് ചെയ്യുന്നത് നമുക്ക് എന്തായാലും സിമ്പിൾ ആകാം, പക്ഷെ നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ ദണ്ട് ഇവനെയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.